വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഈ ദശാംശം പുതിയ നിയമത്തിൽ ആ, വിശുദ്ധന്മാരുടെ പക്കൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഇല്ലീഗൽ ആണെന്ന് കൃത്യമായി വേദോസം വെച്ച് ഞാൻ തെളിയിച്ചു. അത് ഒരുപാട് പേർക്ക് ഭയങ്കര സങ്കടമായി. പക്ഷേ അവര് സങ്കടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ചില ആളുകൾ വ്യക്തിപരമായിട്ടും മറ്റ് കമന്റുകളിലൂടെ നൽകിയ ഒരു കാര്യം, അതിന് കുറെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നായിരുന്നു. ഞാനത് കുറച്ച് സമയം കേട്ടിട്ട് അതിലവർ പറയുന്നത്, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം എന്നൊരു വാക്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം അതിനകത്ത് ഒരു അസംബ്ലി സപ്പോർട്ട് തന്നെ ഒരു പാസ്റ്ററിന്റെ ഒരു വീഡിയോ ആണ്. അദ്ദേഹം പറയുകയാണ് അത് ദശാംശത്തെക്കാളും കട്ടിയാണ് ഓഹരി. അപ്പം അദ്ദേഹം പറയുന്നത്, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്ക് 100 രൂപ അവരുടെ വരുമാനമെങ്കിൽ ഓഹരിയായിട്ട് വിഭജിക്കുമ്പോൾ 5ആയിട്ട് വിഭജിക്കണം. അതിൽ 5-ൽ 1 വചനം പഠിപ്പിക്കുന്നതിന് കൊടുക്കണം. അപ്പം 20% കൊടുക്കണമെന്ന്. ഭയങ്കര തന്ത്രശാലികളാണ് കേട്ടോ ഇവര് എങ്ങനെയും മുക്കാനുള്ള വാക്യം കണ്ടുപിടിക്കും. ഇപ്പൊ ഓഹരിയാണോ വലുത്, ദശാംശമാണോ വലുതെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ച് ന്യായപ്രമാണത്തെക്കാൾ ഭയങ്കര കട്ടിയാണത്. അതുകൊണ്ട് നിങ്ങൾ പുതുനിയമത്തിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. പഴയ നിയമമാണ് അത്രയും നല്ലത്. കാരണം പുതിയ നിയമത്തിലാണെങ്കിൽ ഓഹരി കൊടുക്കണം. മലയാളത്തിലെ ഓഹരി, ഇപ്പൊ ഓഹരി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ, നമ്മുടെ നാട്ടിൻപുറത്തെ ആ വർത്തമാനത്തിൽ വീട്ടിൽ ഓഹരി വെച്ചോ, പിള്ളേരുടെയൊക്കെ ഓഹരി തിരിച്ചോ എന്നൊക്കെയുള്ള പറയുന്ന ആ കോണ്ടസ്റ്റിലാണ് സംസാരിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ഈ ഓഹരി എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ വസ്തുവും സമ്പത്തും എല്ലാം കൂടെ ഓരോരുത്തർക്ക് 10 പേർക്ക് 10ആയിട്ട് വിഭജിച്ചിട്ട് അതിൽ ഒരാളായിട്ട് പാസ്റ്ററെ കാണണം, അല്ലെ ബൈബിൾ പഠിപ്പിക്കുന്നവരെ കാണണം എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് തന്ത്രമാണ്. ഒരു വാക്ക് വെച്ചിട്ടുള്ള നമ്മുടെ ചേട്ടന്മാരുടെ തത്രപ്പാടാന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ ഈ പറഞ്ഞു വരുന്നതിന്റെ സാരം, ദൈവമക്കൾ ദൈവരാജ്യത്തിന് കൊടുക്കരുതെന്നോ, കർത്താവിന്റെ ദാസന്മാർക്ക് ശുശ്രൂഷകളെ കൈത്താങ്ങരുതെന്നോ, ദൈവസഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പങ്കാളികളാകരുതെന്നോ അല്ല. ദൈവവചനം പഠിപ്പിക്കുന്നവരെയും നിങ്ങളെ ക്രിസ്തുവിൽ നടത്തുന്നവരെയും നിങ്ങൾക്ക് വേണ്ടി സുവിശേഷത്തിൽ അധ്വാനിക്കുന്നവരെയും നിങ്ങൾക്ക് ആവോളം സ്നേഹത്തിൽ, സന്തോഷത്തിൽ, ഹൃദയത്തിന്റെ ആഴമായ ലവിൽ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണം എന്നല്ല ഞാൻ പഠിപ്പിക്കുന്നത്, കൊടുക്കണം. വാങ്ങാൻ വേണ്ടി തന്ത്രം ഉപയോഗിക്കുക, പ്രാർത്ഥിക്കത്തില്ല, അവന്റെ തലയിൽ ശാപം വരും, അവന്റെ പിള്ളേർ മുടിഞ്ഞു പോകും, കൊടുക്കാത്തവൻ മുടിഞ്ഞുപോയ ചരിത്രം എൻ്റെ പക്കലുണ്ട്, കൊടുക്കുന്നവൻ അങ്ങ് ആകാശത്തിൽ വാഹനത്തിൽ കയറി പോകുന്ന ഈ ഉടായ്പ പരിപാടി ഒന്നും വേണ്ട. ദശാംശം ഏതെങ്കിലും സഭ പിരിക്കുന്നെങ്കിൽ ആ സഭ ദൈവത്തിന്റെ സഭയല്ല. പുതിയ നിയമത്തിൽ അത് നിങ്ങളുടെ സംഘടനയാണ്. SNDP പോലെ, NSS പോലെ, കരയോഗം പോലെയുള്ള ഒരു യോഗം മാത്രമാണത്. ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. ദശാംശം കർശനമായിട്ട് പിരിക്കുന്ന ഈ എല്ലാ ദൈവദാസന്മാരും അക്കോർഡിംഗ് ടു ദ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ക്രിമിനൽസ് ആണ്. യു ആർ എ ക്രിമിനൽ. ഇറ്റ് ഈസ് ഇല്ലീഗൽ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. യു ഹാവ് നോ റൈറ്റ്. സോ അതിന് പുതിയ തന്ത്രം കണ്ടുപിടിച്ചേക്ക് ഓഹരി കൊടുക്കണം. അപ്പൊ ഓഹരി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ 10 കൊടുത്താൽ പോരെ, ഇപ്പൊ 20 കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ദശാംശം വേണം. ഇവിടെ ഇത് ഞാൻ അതിന്റെ പെഷിത്ത ബൈബിളിൽ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കുക. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 6-ാം വാക്യത്തിൽ, വചനം കേൾക്കുന്നവൻ, ഇങ്ങനെ അങ്ങനെ എഴുതി കേട്ടോ. അതായത് അരാമായിക് ഭാഷയുടെ കൃത്യമായ വേർഷനാണ്. വചനം കേൾക്കുന്നവൻ വചനം കേൾപ്പിക്കുന്നവനെ എല്ലാ നന്മയിലും പങ്കുകാരനാക്കണം. ശ്രദ്ധിക്കണം, ആ വാക്ക് ശ്രദ്ധിച്ചു നോക്കേ. എല്ലാ നന്മയിലും പങ്കുകാരനാക്കണം. എല്ലാ നന്മയുടെയും പങ്ക് അയാൾക്ക് കൊടുക്കണമെന്നല്ല, ആ ആളിനെ എന്ത് ചെയ്യണം? പങ്കുകാരനാക്കണം. ലെറ്റ് ഹിം ഷെയർ ഇൻ ഓൾ ഗുഡ് തിങ്സ്. എല്ലാ നല്ല കാര്യങ്ങളുടെയും പങ്കാളിയാക്കി കൂടെ അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു നല്ലത് വന്നാൽ അതിലകത്തെ
ഒരു ഷെയർ, അതിനെ കൊയിനോനിയ എന്ന് പറയുന്നത്. കൊയിനോനിയ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വീതം വെക്കുക എന്നല്ല, കൂട്ടായ്മ കാണിക്കണം എന്ന് പറഞ്ഞാൽ ഒരു നന്മ കിട്ടിയാൽ അതിനകത്ത് ഒരു ചെറിയ പങ്ക് ആ ദൈവദാസന് കൊടുത്തിരിക്കണം. അത് വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5ആയിട്ട് അത് വിഭജിക്കുന്നുള്ള തന്ത്രമൊന്നുമല്ല. അതൊക്കെ മലയാളിയുടെ കുതന്ത്രമാണ്. എങ്ങനെയും പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ നിന്റെ പോക്കറ്റിൽ വരുത്താൻ, പേടിപ്പിക്കാനുള്ള നിന്റെ തന്ത്രം മാത്രമാണ്. അത് ഇനി നടക്കൂല. നിങ്ങൾ എന്തായാലും വേദപുസ്തകം വെച്ചിട്ടല്ലേ ഭയങ്കര ആള് കളിക്കുന്നത്. ഞങ്ങളെല്ലാം വലിയ ദുരുപദേശന്മാരാണ്, മഹാഭാവികളാണ്, അന്ത്യകാലത്തിന്റെ ലക്ഷണം. അതിന്റെ കമന്റ് ബോക്സ് വായിച്ച് ഞാൻ ചിരിച്ച് എന്റെ മണ്ണ് തന്നെ പറയും. അന്ത്യകാലത്ത് ഇത് വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് അന്ത്യകാലത്തിന്റെ ഇടവ്. എന്റെ പൊന്ന് ചേട്ടായി, അന്ത്യകാലം എന്താന്ന് വല്ലോം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? ആദ്യം ആ വാക്കെങ്കിലും ഒന്ന് പോയി പഠിക്കും. എന്തിന്റെ അന്ത്യകാലം? ഒരു കൂസലില്ല എന്ന് പറയും. അന്ത്യകാലമാണ്. എന്തിന്റെ അന്ത്യകാലം? ഒന്ന് പഠിക്ക്, എന്നിട്ട് വാ പ്ലീസ്. ഞാൻ നിങ്ങളെ നശിപ്പിക്കാനോ ഇവിടുത്തെ ഏതെങ്കിലും സഭകളെ ഒന്നുമല്ല. ഐ ലവ് ജീസസ് ആൻഡ് ഐ ലവ് ദ ചർച്ച്. ഐ ലവ് എവറി ബിലീവേഴ്സ്. 200 കോടി ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട്. എല്ലാ വിഭാഗം, എവറി വൺ, those who are calling the name of the Lord Jesus Christ, they are my brothers and my sisters, my fathers and my mothers. I love them. I'm not against you, but I'm against all this nonsense, all these errors in the church. Because the church is a pure, church pure ആയിരിക്കണം. Church is a pure institution. അതിനകത്ത് കളങ്കം പാടില്ല. ട്രാൻസ്പെറൻസി ഉണ്ടാവണം. സ്ഫടിക സ്വർണമായി, ട്രാൻസ്പെറന്റ് ഗോൾഡ്. There's no such gold in the world. So we need to be vigilant. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇതിന്റെ അർത്ഥം. ഞാൻ ഇതിന്റെ അരാമായിക്കില് ജസ്റ്റ് ഐ ലേൺ, ഞാൻ അതേക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പം ഇതിലിങ്ങനെ പറഞ്ഞത്, ഹി ഹു ടോട്ട് ദ വേർഡ്, ആരൊക്കെയോ വചനം പഠിപ്പിക്കുന്നുണ്ടോ, ലെറ്റ് ഹിം ഷെയർ ഓർ ലെറ്റ് ഹിം പാർട്ടിസിപ്പേറ്റ്. ഷെയർ എന്ന് കൊടുക്കുക. മറ്റു അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് അരാമായിക്ക് വേർഡ് എന്ന് പറയുന്നത് നെഷുതാഫ്. നെഷുതാഫ് മീൻസ് കൊയിനോനിയ എന്ന് പറയുന്ന പദത്തിന്റെ ഗ്രീക്ക് പദത്തിന് അരാമായിക്ക് നെഷുതാഫ് മീൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. ഓൾ ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങൾ, ഗുഡ് തിങ്സ്, ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, നല്ലത്. ഗുഡ് തിങ്സ് എന്നതിന് കൊടുത്തിരിക്കുന്ന അരാമായിക്ക് പദം തബാഥ എന്നാണ്. തബാഥ, ദാറ്റ് ഈസ് അതിനകത്തുണ്ട് ഇറ്റ് ഈസ് മെറ്റീരിയൽ ഗുഡ്സ്. അതിനകത്ത് എന്തുണ്ട്? മെറ്റീരിയൽ, ഫുഡ്, ക്ലോത്ത്, ഇതുപോലുള്ള മെറ്റീരിയൽ ഗുഡ്സ്. ഇൻക്ലൂഡ്സ് സ്പിറിച്വൽ, മോറൽ ആൻഡ് പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ്. പിടികിട്ടിയോ? തബാഥ എന്ന വാക്കിനർത്ഥം വീടിന്റെ 10 സെന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 5ആയിട്ട് വിരിച്ചിട്ട് 2 സെന്റ് കൊടുക്കണമെന്നല്ല. അദ്ദേഹം കിട്ടുന്ന എല്ലാ നന്മയുടെ, ആ നന്മയ്ക്ക് എത്തുന്നുണ്ട് മെറ്റീരിയൽ ഗുഡ്സ് ഉണ്ട്, സ്പിറിച്വൽ തിങ്സ് ഉണ്ട്, സ്പിറിച്വൽ ബെനിഫിറ്റ്സ് ഉണ്ട്, മോറൽ ബെനിഫിറ്റ്സ്, സ്പിറിച്വൽ ബെനിഫിറ്റ്സ് ആൻഡ് ഓൾ ദ പ്രാക്ടിക്കൽ ബെനിഫിറ്റ്സ്. അതായത് ആ മനുഷ്യൻ ഏതെല്ലാം നിലയിൽ നന്മയിലായിരിക്കുന്നു അതിന്റെ ഒരു പങ്കുകാരനാക്കി ആ ദൈവദാസനെയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം. അതായത് നിങ്ങൾ ഒരിടത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ആ ആളിനെ കൂടെ ചേർത്ത് ഫുഡ് വാങ്ങിച്ച് കൊടുക്കണം. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞു വരുന്നത്? അതാണ് പങ്കുകാരാക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുക്കുന്നു, നിങ്ങളൊരു ഷർട്ട് എടുക്കുന്നെങ്കിൽ ആ കർത്താവിന്റെ ദാസനോട് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കണം. That's a gift. There is no offering, there is no tithe, there is no sacrifice, there's nothing in the New Testament. We are giving gifts. കൊടുക്കുക എന്നതിനൊക്കെ മിക്കവാറുള്ള ഗ്രീക്ക് ഭാഷയിൽ, അരാമായിക്കിലൊക്കെ മൊത്തം കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് എന്നാണ്. ഗിഫ്റ്റ് കൊടുക്കണം. നിങ്ങൾക്ക് ഒരു ദൈവദാസന്റെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ, അദ്ദേഹത്തിന്റെ വചനം നിങ്ങൾക്ക് എന്തെങ്കിലും നിലയിൽ അനുഗ്രഹം, യു ഷുഡ് മെറ്റീരിയലി ആളിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഒരു പങ്കാളിയാക്കി മാറ്റണം. പങ്കാളിയാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിങ്ങളുടെ നന്മയിലെ പങ്കുകാരനാക്കണം. അത് ചെയ്യണം. കാരണം ദിസ് ഈസ് എ ഫാമിലി മാറ്റർ. അല്ലാതെ ഞാൻ ഈ കൊടുക്കാതിരിക്കുന്ന അതിനല്ല, ഞാൻ അതിന് അനുകൂലമല്ല. ടൈത്ത് എന്ന് പറയുന്ന നിർബന്ധത്താൽ കൊടുത്തില്ലെങ്കിൽ ശപിക്കും, മുടിച്ചു കളയും എന്ന് പറയുന്ന എല്ലാ തോന്നിയവാസം, അത് യേശുക്രിസ്തുവിന്റെ മാർഗമല്ല. ഇറ്റ് ഈസ് നോൺസെൻസ്, വിക്കഡ്നെസ്.
I believe that there's an abomination in the church. That's a മ്ലേച്ഛതയാണ് സഭയ്ക്കകത്ത്. Tithing, collecting tithe is abomination in the church today. ഇതെവിടുന്ന് വന്ന ട്രിഗർ ചെയ്തത്? എവിടുന്ന ഈ ടൈത്ത് ട്രിഗർ വന്ന്? Just because of love of money. നിങ്ങൾക്കറിയാമോ, ഇൻ ദ വെസ്റ്റേൺ തിയോളജിയിൽ ഇത് ഭയങ്കരമായിട്ട് പോപ്പുലർ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ക്രഫ്ലോ ഡോളർ എന്ന് പറയുന്ന ഒരു ദൈവദാസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏറ്റവും വലിയ പ്രോസ്പെറിറ്റി പ്രീച്ചറാണ് അമേരിക്കയിൽ. ആയിരക്കണക്കിന് വിശ്വാസികളുള്ള വലിയൊരു സഭയുടെ പാസ്റ്ററാണ്. പിന്നെ അദ്ദേഹം എന്താ പറയുന്നത്, പെൻഡകോസ്റ്റൽ തിയോളജിയിൽ നിന്ന് നേരെ ഗ്രേസ് തിയോളജിയിലേക്ക് വന്നു. ഗ്രേസ് തിയോളജി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ചില ആളുകൾ ചുമ്മാതെ കുത്തിയിരുന്ന് പറയുന്നത് ഹൈപ്പർ ഗ്രേസ്. എൻ്റെ പൊന്നി ചേട്ടാ, ഈ ഹൈപ്പർ ഗ്രേസ് എന്ന് പറഞ്ഞ സാധനം ഞാനിതൊന്നും കേട്ടിട്ട്, ഇവരെല്ലാം നമ്മുടെ തലയിട്ടേക്കുന്ന ഓരോ മുദ്രയാണ് ഹൈപ്പർ ഗ്രേസ്. ഇപ്പൊ കുറച്ച് പേർ ഇറങ്ങിയിട്ടുണ്ട് ഹൈപ്പർ ഗ്രേസ്. അത് പറയുന്നവൻ്റെയൊക്കെ വർത്താനം കേട്ടാൽ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കരമായിട്ട് I'm not a hyper grace preacher. I know what is the grace and I know what is the law. അവർ പറഞ്ഞു യേശു ക്രിസ്തു ഇന്നലത്തെയും നാളത്തെയും എല്ലാ പാപവും ക്ഷമിച്ചു. എന്താ ക്ഷമിച്ചില്ലേ? യേശു ക്രിസ്തു ഇന്നലത്തെ പാപം, എൻ്റെ ഇന്നത്തെ പാപം, നാളത്തെ പാപത്തിനും കാൽവറി പരിഹാരം വരുത്തിയില്ലേ? അതോ നാളെ ഞാൻ കോഴിയെ കൊണ്ടുവന്ന് ഞാൻ അർപ്പിക്കണം? ഇത് പറയുന്നത് ഞങ്ങൾ കുറ്റക്കാരാണ്. യേശു എൻ്റെ ഇന്നത്തെയും നാളത്തെയും പാപം യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഹൈപ്പർ ഗ്രേസ് ആകുന്ന എങ്ങനെ? അതോ താങ്കൾ നാളെ ചെയ്യാൻ പോകുന്ന കള്ളത്തിന് താങ്കൾ വീട്ടിലെ കോഴിയെ കൊണ്ടോ അതോ ആടിനെ കൊണ്ടോ ഞാൻ അർപ്പിക്കും? അതോ യേശു ക്രിസ്തുവിനെ വീണ്ടും വരുത്തി കുരിശിൽ ക്രൂശിക്കുമോ? ഒരിക്കൽ സംഭവിച്ചത് കൊണ്ടല്ലേ ഇന്ന് മനുഷ്യൻ, ഇനി നാളെ അവസാനത്തെ മനുഷ്യൻ വരെയും അതിലല്ലേ ജീവിക്കേണ്ടത്? അത് പ്രസംഗിക്കുന്നത് നമ്മൾ ഹൈപ്പർ ഗ്രേസ് ആണ്. അടുത്തത്, ഈ ആളുകൾ പ്രത്യേകിച്ച് ഈ ചേസ് ജോസഫ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ക്രിസ്തുവിന് ഈ ഗ്രേസുകാരെ ഇട്ടിട്ട് മാന്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സാജു മാത്യു എന്ന് പറഞ്ഞ ഒരു ദൈവാസുണ്ട്, അദ്ദേഹവും ഇങ്ങനെ മാന്താറുണ്ട്. ഞങ്ങൾ ഹൈപ്പർ ഗ്രേസുകാരാണ്. ഈ ചുമ്മാതെ ഒരു വടി അങ്ങോട്ട് കിട്ടുമ്പോൾ കാണുന്നിടത്ത് മൊത്തം ഇട്ട് കൊട്ടാൻ പോകരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ പ്രസംഗങ്ങൾ എടുത്തങ്ങോട്ട് വിചാരണ ചെയ്താൽ നിങ്ങൾ ഒരുപാട് തലേ തുണിയിട്ട് ഓടേണ്ടി വരും. വി ആർ നോട്ട് പ്രീച്ചിങ് ഹൈപ്പർ ഗ്രേസ്, വി ആർ പ്രീച്ചിങ് റൈച്ചസ്നെസ് ആൻഡ് ഗ്രേസ്. ചെക്ക് മൈ വീഡിയോസ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണിച്ച എന്ത് പാപം ചെയ്തോ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ കുഴപ്പമില്ലെന്ന് പ്രസംഗിക്കുന്ന ഒരു പദം കാണിച്ച ദാറ്റ് മൊമെന്റ് ഞാൻ രാജിക്കത്ത് നൽകിയിട്ട് സുവിശേഷയിൽ നിന്ന് പിന്മാറാം. I believe in the righteousness of God and I believe in the grace of God. The grace of God reign in righteousness for eternal life എന്ന കൃപ നിത്യജീവനായി നീതിയിൽ വാഴേണ്ടതാകുന്നു. Where is the righteousness of God? The righteousness of God and the grace of God. We are preaching like that. ചുമ്മാ വലിയ ആള് കളിക്കാൻ വേണ്ടി എല്ലാവരെയും കുറ്റപ്പെടുത്താൻ പാടില്ല കേട്ടോ. So we need to know the grace of God. We need to what is the law of God. അപ്പൊ ഞാൻ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇവരുടെയൊക്കെ പേര് പറഞ്ഞത് ഇവരില്ല ഇവിടുത്തെ വലിയ സാക്രഡ് കൗസ് ആണ്, ഭയങ്കര വിശുദ്ധ പശുക്കളാണ്, തൊടാൻ പറ്റത്തില്ല. തൊട്ടാൽ ഇപ്പൊ നാളെ ഇതിന്റെ അനുയായികൾ ഇങ്ങോട്ട് വരും, വന്നാൽ ഞാൻ സംസാരിച്ചോളാം. യു കം, ഐ ടോക്ക് ടു യു. ഓക്കെ. അപ്പൊ നമ്മള് പരസ്പര ബഹുമാനമാണ്. ഈ കാണുന്നതിന് പിടിക്കുന്നതെല്ലാം ഭയങ്കര വേറെ കുറച്ച് അച്ഛന്മാർ ദുരുപദേശം. എടാ നിനക്ക് വിവരമുണ്ടോ? നിനക്ക് ദുരുപദേശം എന്നറിയാം, ഉപദേശം എന്നറിയാം. ആദ്യം നീ എന്നെ ദുരുപദേശം എന്ന് വിളിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കാം, നിനക്ക് ഉപദേശം അറിയാം? നിനക്ക് രക്ഷ എന്താണെന്നറിയാം? വീണ്ടെടുപ്പ് എന്താണെന്നറിയോ നിനക്ക്? ദൈവരാജ്യത്തെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാം? എന്നിട്ട് എന്തെങ്കിലും പറയുന്ന ഒരാളെ ചാപ്പ് കുത്തുക. നടക്കൂല, പിന്മാറത്തുമില്ല, പോകത്തില്ല. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച സത്യം ഇത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. സിറ്റ് ഡൗൺ ദേർ, ആ കസേരയിൽ ഇരുന്ന് കേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓൾഡ് കവനന്റിൽ നിന്ന് ന്യൂ ടെസ്റ്റമെന്റിലേക്ക് വന്നെങ്കിൽ ന്യൂ കവനന്റിൽ നോബഡി ഹാസ് ദ അതോറിറ്റി ടു കളക്ട് ദ ടൈത്ത്. ടൈത്തിങ് ഈസ് അബോമിനേഷൻ. ഞാൻ അങ്ങനെ അതിനെ വിളിക്കുന്നു. എത്ര പേര് ഞാൻ വിഷമിക്കുന്ന കണ്ടിട്ടുണ്ടെന്നറിയോ? അപ്പം അതിനെ രക്ഷിക്കുവാൻ വേറൊരു വാക്യം കൊണ്ട് വന്നേക്കും, ഓഹരി കൊടുക്കും. എന്താ ഓഹരി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി. ഓഹരി എന്ന് പറഞ്ഞാൽ വീടിന്റെ ഷെയർ കൊടുക്കണമെന്നല്ല. ഓഹരി എന്ന വാക്കും മലയാളത്തിൽ എടുത്ത് വെച്ച് പാവങ്ങളെ വീണ്ടും പിഴിയാൻ പോകുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കുകാരനാക്കുക നിങ്ങളുടെ എല്ലാ നന്മയിലും. നിങ്ങളുടെ വീട്ടിൽ 4 ചക്ക കിട്ടിയാൽ അതിനകത്ത് ഒരു ചക്ക കൊണ്ട് കൊടുത്തോ, കുഴപ്പമില്ലെന്നേ. 10 തേങ്ങ കിട്ടിയാൽ 2 തേങ്ങ ഉദ്ദേശിക്ക് കൊടുക്കുന്നേ.
കൊടുക്ക്, നോ പ്രോബ്ലം. കാരണം അല്ല ദൈവദാസന്മാരെല്ലാം പട്ടിണി കിടന്ന് ആട്ടുപോകണം എന്ന് പറഞ്ഞ ആളല്ല. ഐ റെസ്പെക്ട് മാൻ ഓഫ് ഗോഡ്. I respect the real man of God. I respect the real prophet of God. With full respect. അവരുടെ കാലിൽ വീണ് അവരെ തൊഴാനോ അല്ലെങ്കിൽ അവരുടെ വെട്ടിയെടുത്തോണ്ട് നടക്കാനോ ധൈര്യമുണ്ട്. ഇനി തൊഴുന്നത് വലിയ പാപമാണെങ്കിൽ ഞാൻ അങ്ങനെ അതങ്ങ് തിരിച്ചു, നിങ്ങളതങ്ങ് മനസ്സിലാക്കുക. സോ ദാറ്റ് മച്ച് വി ക്യാൻ ബി ഹംബിൾ ബിഫോർ ദ മാൻ ഓഫ് ഗോഡ്. Can serve him, no problem. No problem. സോ ഞാൻ പറയുന്നത് ചേർച്ച് പ്യുവർ ആയിരിക്കണം. അപ്പം ഓഹരി എന്ന് പറയുന്നത് കൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ ആ നിലയിൽ ഇനിയും സംസാരിക്കരുത്. ഇനി മറ്റൊരു വാക്യം കൂടെ ഇവര് എടുത്തത്, ഞാൻ അതിനെയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വാക്കുകളും നിർത്താം. അത് മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലാണ്. കർത്താവ് യേശു ക്രിസ്തു അതേപോലെ പറയാം, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ദശാംശം കൊടുത്തോളാം എന്ന് പറയാം. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം 2:3 കേട്ടോ. കപടഭക്തിക്കാരായ ഞാൻ ഈ പരിശുദ്ധ ബൈബിൾ വായിക്കുന്നുണ്ട്. കപടഭക്തിക്കാരായ സ്വപ്രയന്മാരെ, പരീശന്മാരെ തള കേട്ടോ, അല്ലെങ്കിൽ ന്യായശാസ്ത്രിയെ വിളിക്കുക, പരീശന്മാരെ നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ചീരയിലും ചതക്കുപ്പയിലും ജീരകത്തിലും ദശാംശം കൊടുക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ വിലയേറിയ ന്യായം, കരുണ, വിശ്വാസം എന്നിവ വിട്ടുകളയുകയും ചെയ്യുന്നു. അവയെ നിങ്ങൾ അനുഷ്ഠിക്കുകയും ഇവയെ വിട്ടുകളയാതിരിക്കുകയും അത്രേ ചെയ്യേണ്ടത്. ഈ വാക്യം വെച്ചിട്ടാണ് മറ്റൊരാൾ വന്നത്. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് ദശാംശം കൊടുക്കണം. ശരിയാ. ആരോടാ സംസാരിച്ചേ? സെൻട്രൽ പാസ്റ്ററേ, സൂപ്രണ്ടേ, ഓവർസിയറേ, കേരള സ്റ്റേറ്റിന്റെ സെക്രട്ടറി പ്രസിഡന്റ്, അങ്ങനാണ്. ന്യായശാസ്ത്രിമാരെ, പരീശന്മാരെ, പുരോഹിതന്മാരെ, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചിരുന്ന ആളുകളോടാ പറയുന്നത്, നിങ്ങൾ മിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുവാ, തുളസി ഇല്ലേ, ഇത് പറയുന്നത് മിന്റ്. മിന്റ് മലയാളം പെട്ടെന്ന് തലയിൽ വരുന്നില്ല. ചതുകുപ്പ, ചീര, ജീര, ഇങ്ങനെയൊക്കെ ഇതിനകത്ത് എഴുതിക്കുന്നുണ്ട്. തുളസിയിലും ചതുകുപ്പയിലും ജീരകത്തിൽ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിൽ ഏറ്റവും ചെറിയ ഒരു വരുമാനമാണ് ഈ സാധനം. അതിനകത്ത് വരെ ഇവർ ദശാംശം കൊടുക്കും. അപ്പൊ കർത്താവ് എന്നിട്ട് പറയാ, നിങ്ങളെ കിട്ടാവുന്ന അഗ്രികൾച്ചർ നിങ്ങൾ ആടുമാടും കൊടുക്കുന്നല്ല പറഞ്ഞത്, ഏറ്റവും ചെറുതിനകത്ത് വരെ നിങ്ങൾ ഭയങ്കരമായിട്ട് ദശാംശം കൊടുക്കും. പക്ഷേ ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയത് എന്തൊക്കെയാണെന്നറിയോ? കരുണ കാണിക്കുക, ന്യായം നടത്തുക, നീതി നടപ്പാക്കുക, വിശ്വാസം, ഇവ നിങ്ങൾ തള്ളിക്കളയും ചെയ്യും. എന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇവയെ വിട്ടുകളയാതിരിക്കുകയും വേണം, അവയെ നിങ്ങൾ എന്ന് പറയാൻ നിങ്ങൾ ദശാംശവും കൊടുക്കണം, പക്ഷെ ഇത് വിട്ടുകളയും ചെയ്യരുത്. ഇസ് ടോക്കിംഗ് ടു ദ പീപ്പിൾ അണ്ടർ ദ ലോ. മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് പുതിയ നിയമ പുസ്തകത്തിലാണെങ്കിലും മിശിഹ സംസാരിക്കുന്ന സമയം ന്യായപ്രമാണത്തിന്റെ കാലമാണ്. ന്യായപ്രമാണത്തിന്റെ കാലം അവസാനിക്കുന്നത് യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിലാണ്. മനസ്സിലാവുന്നുണ്ടോ? മടങ്ങി വരവിലാണ്. അപ്പൊ മടങ്ങി വരവിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ മാത്രമേ ന്യായപ്രമാണം നീങ്ങിപ്പോകത്തുള്ളൂ. ഇതുവരെയും യേശുക്രിസ്തു വന്നിട്ടില്ല എന്ന് പറയുന്ന എൻ്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ ഇപ്പോഴും ന്യായപ്രമാണത്തിൽ തന്നെ. ശരിയാ, അതൊരു വലിയ കാര്യം. ഞങ്ങളെ ഇപ്പൊ സഭ മൊത്തം ഓടുന്ന എന്തിനകത്താ? ന്യായപ്രമാണം. യഹൂദ മതത്തിന്റെ ചീഞ്ഞ അവശിഷ്ടങ്ങളും പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠമായ നന്മകളോട് ഒരുമിച്ചുള്ള ഒരു സമ്മിശ്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ ക്രൈസ്തവ സമൂഹം, പ്രൊട്ടസ്റ്റന്റ് സമൂഹം. ഒരു സമ്മിശ്ര കൂട്ടം, ഒരു സങ്കരവർഗം എന്ന് പറയും. പാട്ടുകളും പ്രസംഗങ്ങളും ചിന്തകളും പഠിപ്പീരുകളും മുഴുവൻ ഓൾഡ് ഗവൺമെന്റുമായി ബേസ് ചെയ്ത് നിൽക്കുന്ന, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ന്യൂ ടെസ്റ്റമെന്റിനെ അച്ചാറ് പോലെ തൊടാൻ വേണ്ടി വെച്ചത്. കാരണം നമ്മുടെ ഈ സിസ്റ്റം മുമ്പോട്ട് പോകണമെങ്കിൽ ഓൾഡ് ഗവൺമെന്റേ പറ്റൂ. പഴയ നിയമം, കാരണം പുതു നിയമം മനസ്സിലാക്കണം ഇച്ചിരി ടഫാണ്, മനസ്സിലാക്കാൻ തന്നെ പാടാണ്, അതിൽ ജീവിക്കുന്നത് തന്നെ കുറച്ചും കൂടെ കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ഇല്ലതാണ്. അപ്പൊ ജനത്തെ കൊണ്ടുപോകണമെങ്കിൽ പഴയ നിയമത്തിനകത്ത് ശാസനയും വടിയും കോലും ഏലിയാവിന്റെ പുതപ്പും
ഈ യവത്തപ്പവും പിന്നെ എന്തൊക്കെയാ ഉള്ളത്, മോശയുടെ വടിയും ചെങ്കോലും എല്ലാം ഉണ്ടെങ്കിലേ പറ്റത്തു. ഇടയ്ക്കൊരു പോരാട്ടം, ഇടയ്ക്ക് മതിൽ തകർക്കണം, പിന്നെ കാഹള ഊതണം, പിന്നെ മുമ്പിൽ വരുന്ന ചെങ്കടലിനെ രണ്ടാക്കണം, വരുന്ന യോർദാൻ. ഇതൊക്കെ എവിടാ പുതിയ നിയമത്തിനോ എവിടെ ദൈവരാജ്യം എനിക്കറിയത്തില്ല. ദൈവരാജ്യത്തിൽ ചെങ്കടലും ഒക്കെ ഉണ്ട്. ശത്രുവിന്റെ തല തകർത്തവനെ എന്നുള്ള പാട്ട് പാടനെ ഓൾഡ് കവനന്റിൽ പോകണം. അപ്പൊ നമ്മുടെ ഈ ദേശാംശവും നമ്മുടെ ഇതെല്ലാം തന്നെ പഴയ നിയമത്തിന്റെ സമ്മിശ്രാണ്. ഇത് ന്യൂ ടെസ്റ്റ്മെന്റുമായിട്ട് ബന്ധമില്ല. ന്യൂ കവനന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്പിരിറ്റ്. ഒരു ദൈവമക്കൾ, ഒരു മനുഷ്യന് അവന്റെ ആത്മാവിൽ തോന്നിക്കുന്നു, അവന് ഓരോരുത്തൻ താൻ തന്റെ ഹൃദയത്തിൽ ഇച്ഛിക്കും പോലെ ചെയ്യട്ടെ. അതാണ്. അല്ലാതെ 100 രൂപ കിട്ടിയ 10 രൂപ മാറ്റിവെക്ക്, 1,00,000 രൂപ കിട്ടിയ 10,000 ദൈവത്തിൻ്റെതാണ്, ദൈവത്തെ മോഷ്ടിക്കാൻ പോകരുത്. ആരാ? ലേവ്യ പുരോഹിതൻ പറയുക. പുരോഹിതനെ ലേവ്യ പൗരോഹിത്യത്തിൽ വന്ന് ഭൂമിയിൽ ഒരു വസ്തു ഇല്ലാത്തവൻ. ലേവ്യന് സ്വന്തം അറിയാമോ? ലേവ്യ കുലത്തിന് സ്വന്തമായ വസ്തുവില്ല. ഉപദേശവാര ശ്രദ്ധിക്കും, സ്വന്തമായിട്ട് വീടോ വസ്തുവോ ഒന്നുമില്ല, വരുമാനമില്ല. വല്ലവരും തന്ന വീട്ടിൽ കയറി താമസിക്കുന്നു, ആരൊക്കെയോ തരുന്ന ആഹാരം കഴിച്ച് ജീവിക്കുന്നവരുണ്ടെങ്കിൽ, ലേവ്യ കുലത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ദശാംശം വാങ്ങിക്കാം. പക്ഷേ ഇത് കാറും വീടും ആസ്തിയും പിള്ളേരും മൊത്തം അമേരിക്കയിലും ഒരു വീടിന് വരെ 4 വീടും എസ്റ്റേറ്റും ഒക്കെ വാങ്ങിച്ച് കൂട്ടിയോ കിടന്ന് വിളിച്ചു പറയാ, ദശാംശം തന്നില്ല ഞാൻ പ്രാർത്ഥിക്കൂലെന്ന്. അവന് വേണ്ടി പ്രാർത്ഥിക്കരുത്, ദൈവം കേൾക്കൂല. അഷേംഡ് ഓഫ് യു. നിങ്ങളുടെയൊക്കെ പുറകെ വരുന്ന ജനത്തിന് അയ്യോ കഷ്ടം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ല. വേറെ ചേട്ടൻ എന്ന് പറയാം, ദശാംശത്തെക്കാൾ കട്ടിയാണ് ഓഹരി കൊടുക്കണം. എന്തോ ആയാലും നീയൊക്കെ ഇങ്ങോട്ട് തന്നേ പറ്റത്തു. തന്നില്ല നിന്നെ ഒന്നും ഞങ്ങൾ വെറുതെ വിടത്തില്ല. കഴിഞ്ഞിടയ്ക്ക് വന്ന് വേറെ ആൾ കമ്പനി കൊടുത്തിരിക്കുന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. എടാവേ, ഈ വിരട്ടൊക്കെ ഉണ്ടല്ലോ, അടുക്കള മൂലയിൽ പോയി പറഞ്ഞാൽ മതി. അതായത് വീട്ടിലെ അടുക്കളയുടെ മൂലയിൽ ഈ വിരട്ട്. ദൈവമക്കളെ വിരട്ടരുത്. ദൈവത്തിന് കൊടുത്തില്ലേ, ഹോസ്പിറ്റലിൽ കൊടുക്കും. എന്തോ ഒരു ദൈവമാണോ ഇത്? ഭദ്രകാളിയാണോ നിന്റെ ദൈവം? രക്തം താ തന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലെ കോഴിയെ കൊല്ലുമെന്ന് പറയുന്ന ദൈവമാണ്. നിങ്ങൾ ഏത് ദൈവത്തെ സേവിക്കുന്നു? ഞാൻ നിർത്തുക. ഞാനിത് എനിക്ക് തരുന്ന പ്രതികരണത്തിന് ആവശ്യമായ മറുപടി കൊടുക്കേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് മാത്രം പറയാം. നോപ്പള്ളി ആം ടെല്ലിങ്, നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബ്ലെസ്സിങ്സിന്. അത് ഭൗതികം മാത്രമല്ല കേട്ടോ, നമ്മുടെ ആത്മീയമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള എല്ലാ ഗുഡ് തിങ്സിലും പങ്കാളിയാക്കുക, പങ്കുകാരനാക്കുക. നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിൽ അവരെ പങ്കുകാരാക്കുക. നിങ്ങളൊരു ആനന്ദം കണ്ടെത്തിൽ അവരെ കൂടെ നിർത്തുക. ഇറ്റ്സ് ഗുഡ്. ദാറ്റ് ഈസ് റെസ്പെക്ട്ഫുൾ. ഓക്കെ, ഞാനോട് പിണങ്ങരുത്. ഞാൻ വേദോസത്തിൽ മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതായത് സെമിറ്റിക് കൾച്ചർ ഒറ്റക്കാരോട് പറഞ്ഞത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ഡിസൈപ്പിൾ. ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ഒരു മ്യൂച്വൽ പാർട്ട്ണർഷിപ്പ്. ഡിസൈപ്പിൾസ് നോട്ട് ഓൺലി റിസീവ് നോളജ് ബട്ട് ആൾസോ സപ്പോർട്ട് ദ ടീച്ചേഴ്സ് മെറ്റീരിയൽസ് ആൻഡ് സ്പിരിച്വൽ മിഷൻ. ഗുഡ് തിങ്സ് മീൻസ് തബാഥ മീൻസ് എന്ന് പറയുന്നത് ബോത്ത് എർത്തലി പ്രൊവിഷൻസ്, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഹോണർ. ബഹുമാനിക്കുന്നില്ലേ, അതും കൊടുക്കണം. ആ ബഹുമാനവും ഈ ഓഹരിയുടെ ഭാഗമാണ്. റെസ്പെക്ട് ആൻഡ് സ്പിരിച്വൽ ഫുഡ്സ്, പ്രേയർ, ബ്ലെസ്സിങ്സ് ആൻഡ് ഗുഡ് ഡീഡ്സ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, അതിന് അനുഗ്രഹങ്ങൾ. ഈ ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ. ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ വസ്തു 4 വീതിക്കുന്ന കഥയല്ല. അങ്ങനെ അത് വീട്ടിൽ 4 പിള്ളേരുണ്ടെങ്കിൽ അതിനെ കൂടെ വീതിച്ച് ഒരെണ്ണം പുള്ളിക്ക് കൊടുക്കണം, പാസ്റ്റർ കൊടുക്കണം. ഓഹരി എല്ലാത്തിനെയും അങ്ങ് വീതിച്ചു കൊടുക്കണമെങ്കിൽ പിള്ളേരെ കൂടെ വീതിച്ചു കൊടുക്കണം. ആടും മാടും കാളും പിള്ളേരെയും അങ്ങനൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ ഭൗതികമായ മോഹത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന ഉപദേശങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഗോഡ് ഈസ് അവർ പ്രൊവൈഡർ, ഈസ് ഫെയ്ത്ത്ഫുൾ ടു യു. ദൈവം നമ്മളെ നടത്തും. ഞാൻ എൻ്റെ കാര്യത്തോടെ ഞാൻ തുറന്നു പറയും. എനിക്ക് വലിയ സഭയില്ല, ലോകം മുഴുവൻ ഓടുന്ന ശുശ്രൂഷകളില്ല. എനിക്ക് ഏൽപ്പിച്ച ചെറിയ ഒരു കൂട്ടം ആളുകളും ഞാൻ അവരോട് വചനം സംസാരിക്കണം. എൻ്റെ ബാങ്കിൽ പൈസ ആരെങ്കിലുമൊക്കെ വചനം പഠിപ്പിക്കുന്ന അവരുടെ ആ നന്മയുടെ പങ്കാളിയാക്കി എന്നെ മാറ്റാം. ഞാനത് വളരെ സൂക്ഷ്മതയോടെ, വിശ്വസ്തയോടെ,
എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവിടാം. എൻ്റെ ബാങ്കിൽ പൈസ ഇല്ല എന്ന് തോന്നുമ്പോൾ എനിക്കറിയാവുന്ന ജോലി ഞാൻ ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന ജോലി ചെയ്ത് അധ്വാനിച്ചാണ് ഞാനും പലപ്പോഴും എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ ധൈര്യമുണ്ട്. എനിക്ക് ധൈര്യമുണ്ട്. എൻ്റെ ബാങ്കിൽ കാശ് തരുമ്പോൾ വേണം ഞാൻ കൂലിപ്പണിക്ക് പോകും, ഡ്രൈവ് ചെയ്യാൻ പോകും, പെയിന്റ് അടിക്കാൻ പോകും. എനിക്കതൊക്കെ അറിയത്തുള്ളൂ. കാരണം എന്നെപ്പോഴും ഞാൻ വേറൊരു പ്രൊഫഷൻ പഠിച്ചിട്ടില്ല. ഐ ഒൺലി നോ ദ ബൈബിൾ. എനിക്ക് എന്ത് ജോലി ചെയ്യാൻ പറ്റും ഞാൻ അതിലേക്ക് പോകും. എന്തിനാണ്? ഐ വോണ്ട് മണി ടു ലിവ്, ടു സപ്പോർട്ട് മൈ സെൽഫ് ആൻഡ് ടു സപ്പോർട്ട് മൈ ചിൽഡ്രൻ. ഓക്കെ? അല്ലാതെ ലോകം മൊത്തം പോയി പിരിക്കുകയല്ല. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ധൈര്യത്തോടെ സംസാരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദശാംശത്തെക്കാളും പാടാണ് ഓഹരി എന്ന് പറഞ്ഞ ജനത്തെ വീണ്ടും കഴുത്തെ പിടിക്കാൻ പോകല്ലേ. സ്ട്രോങ്. നിങ്ങൾ ചിന്തിക്കുന്ന ഓഹരി അല്ലത്. മനസ്സിലാക്കാൻ ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. കർത്താവിൻ്റെ വേലയിൽ യാവരായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിപാലിക്കട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ ആരുടെ മുമ്പിലും ലജ്ജിക്കാൻ അനുവദിക്കത്തില്ല. May the Lord richly bless you. Amen.